വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. എവിടെ വരെ വിഷു ഒരുക്കങ്ങളൊക്കെ ഇഞ്ചിപ്പുളിയും ഒക്കെ ഉണ്ടാക്കി വെച്ചോ? ഞാൻ ഇന്നലെ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ശർക്കര ഉപ്പേരി, അതായത് ശർക്കര വരട്ടിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും പച്ചക്കായൊക്കെ റെഡിയാക്കി വെച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല ചേച്ചിന്ന്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏത് റെസിപ്പി ആണെങ്കിലും ടെൻഷൻ ഫ്രീ ആയി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ശർക്കര വരട്ടി ടെൻഷൻ ഇല്ലാതെ ചെയ്ത് നോക്കുക. പെർഫെക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ പിന്നെ ഈ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞത് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള പായസമാണ്, അതായത് നേന്ത്രപ്പഴ പായസം. നേന്ത്രപ്പഴ പായസം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ നേരത്തെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും നേന്ത്രപ്പഴമൊക്കെ റെഡിയാക്കി വെക്കുക. നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് വീഡിയോ ഞാൻ ചെയ്യാം. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന സെറ്റുമുണ്ട് വർഷ, നമ്മുടെ കറിവേൽ അഡ്മിൻ വർഷ വിനോദ് തന്നതാണ്. 2 വർഷമായിട്ട് തന്നിട്ട്, പക്ഷെ ഞാൻ ഇന്നാണ് റിയലൈസ് ചെയ്യുന്നത് ഈ സാരി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഉടുത്ത് കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ വർഷക്കുട്ടി, താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സെറ്റുമുണ്ടാണിത്. അപ്പോൾ എല്ലാവർക്കും വീനാസ് കറിവേളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല വിഷു അഡ്വാൻസ് ആയിട്ട് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഒട്ടും താമസിയാണ് നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 3 പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ശർക്കര വരട്ടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശർക്കര ഉപ്പേരി എന്ന് പറയും പലരും. അപ്പോൾ ശർക്കര വരട്ടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല വിളഞ്ഞ കായ, അതായത് നല്ല മൂത്ത കായ വേണം ഉപയോഗിക്കാൻ. പക്ഷേ എനിക്കിവിടെ ഇപ്പോൾ മൂത്ത കായ കിട്ടിയിട്ടില്ല. ഉള്ളത് വെച്ച് ഓണം പോലെ നമുക്ക് ചെയ്യാം. കാരണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വിഷു കഴിഞ്ഞ് പോകും, പിന്നെ എനിക്ക് ശർക്കര വരട്ടിയുടെ വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല മൂത്ത കായ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ചെയ്യായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ സഹായിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് കായ മുറിക്കാൻ തുടങ്ങുന്നതിനേക്കാൾ മുൻപായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് കായ തൊലി കളഞ്ഞിട്ട് അതിലോട്ട് ഇട്ടൊരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾ വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കായയുടെ തൊലി കളയാം. അപ്പോൾ ശരിക്കും ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് നല്ലൊരു പിങ്ക് കളർ വരണം. അതാണ് ശരിക്കും മൂത്ത കായയുടെ ലക്ഷണം. ഇതിപ്പോൾ അത്ര പിങ്കൊന്നും ഇല്ല, അപ്പോൾ വലിയ മൂത്ത കായൊന്നും അല്ല ഇത്. ഇതിൻ്റെ തൊലി കളയണ്ട, നമുക്ക് കായയും പയറും വെക്കാം. ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നാട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടയിലൊക്കെ ശർക്കര വരട്ടിയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് കായയുടെ തൊലി പൊളിക്കാൻ. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അങ്ങ് പൊളിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു കായയുടെ തൊലി ഞാൻ പൊളിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആ മഞ്ഞൾ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ വേറൊരു പാത്രം എടുക്കട്ടെ കേട്ടോ, കാരണം ഇത് മുങ്ങി കിടക്കുന്നില്ല. വേറെ പാത്രത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കി 2 കായയുടെയും തൊലി അങ്ങ് കളഞ്ഞ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ 3 കായ ഇതുപോലെ തന്നെ തൊലി കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞളും ഉപ്പും ചേർന്നുള്ള വെള്ളത്തിൽ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് ഉരച്ചെടുക്കണം. അപ്പോൾ അപ്പോഴാണ് കറിയൊക്കെ പോവുള്ളൂ. കറ കളയാൻ വേണ്ടിയിട്ടാണ് ഉരച്ച് കളയാൻ പറയുന്നത്. ഇപ്പോൾ നാട്ടിലേക്കാണെങ്കിൽ ചകിരി ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് ഉരയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി മാത്രം ഒരു സ്ക്രബ്ബർ മാറ്റി വെച്ചാൽ മതി. കായ ഒരു 10 മിനിറ്റോളം ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിനി നന്നായിട്ട് അങ്ങ് ഉരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ പുതിയൊരു സ്ക്രബ്ബാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്ക്രബ്ബോ അല്ലെങ്കിൽ ചകിരി എന്താണെന്നുള്ളത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് ഉരച്ചെടുക്കുക. എക്സസ് ആയിട്ടുള്ള തൊലിയുടെ ഭാഗം എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കറി എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് അങ്ങ് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഈവനായിട്ട് നല്ല സർഫസ് ആയിട്ട് നമുക്ക് കിട്ടും. പണ്ട് വീട്ടിലൊക്കെ കായ വറക്കുമ്പോൾ എൻ്റെ പണിയായിരുന്നു ഈ ഉരച്ച് കഴുകൽ. ഓണം, വിഷു, പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ, പിറന്നാളൊക്കെ ഉള്ള സമയത്ത് ശർക്കര വരട്ടിയും കായൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ പണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നും ഉണ്ടാക്കണമൊന്നുമില്ല, ഇതൊക്കെ എല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പരിപാടി തന്നെയാണ്. അപ്പോൾ ഈ 3 കായ് ഇതേപോലെ തന്നെ അങ്ങ് നല്ല ഉരച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതങ്ങ് വാഷ് ചെയ്തെടുക്കണം. ഓക്കെ, ഇത് ഉരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതെല്ലാം മഞ്ഞൾ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായി വാഷ് ചെയ്തിട്ട് തുടച്ച് കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് നമുക്കിതങ്ങ് അരിഞ്ഞെടുക്കണം. ഓരോ കായയും ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു കിച്ചൺ ടിഷ്യൂ വെച്ചിട്ട് അല്ലെങ്കിൽ തുണി വെച്ചിട്ട് നന്നായിട്ട് ഇതിലത്തെ കംപ്ലീറ്റ് വെള്ളം അങ്ങ് തുടച്ച് കൊടുക്കണം. നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യത്തെ കായ എടുക്കാം. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായേനെ ജസ്റ്റ് ഹാഫായിട്ട് മുറിക്കണം, നെടുകെ കീറിയെടുക്കണം കേട്ടോ. നെടുകെ കീറി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ പീസസ് ആയിട്ട് മുറിക്കണം. നിങ്ങൾക്ക് സ്ലാൻഡിങ് ആയിട്ട്, അതായത് ചരിച്ച് മുറിക്കാം അല്ലെങ്കിൽ നേരെ മുറിക്കാം, എന്താണ് നിങ്ങൾക്ക് താല്പര്യം അതുപോലെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചരിച്ചാണ് മുറിക്കാൻ പോകുന്നത്, അതായത് ഇതുപോലെ. അപ്പോൾ പിന്നെ മുറിക്കുമ്പോൾ ഓരോ കഷ്ണത്തിനും ഒരേ തിക്നെസ് വേണം. അപ്പോഴാണ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഈവനായിട്ട് അങ്ങ് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ 3 കായൊക്കെ ആകുമ്പോൾ നമുക്ക് പതുക്കെ സമാധാനമായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വലിയ തിക്നെസ് ആയിട്ട് ഞാൻ ചെയ്യാറില്ല. ഒരു മീഡിയം തിക്നെസ് ആയിട്ടാണ് നമുക്ക് മുറിക്കാതെ നല്ലത്. പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് ഫ്രൈ ആയി കിട്ടും. ചില
ശർക്കര വരട്ടി ഇങ്ങനെ ഒരുപാട് വലുതാക്കി കാണാറുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വലിപ്പത്തിൽ മാത്രമാണ് കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ശർക്കരയൊക്കെ പിടിച്ച് വരുമ്പോഴും അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് മാറിക്കോളും. അപ്പോൾ അതുപോലെ 3 കായയും ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങ് മുറിച്ചെടുക്കുക. ഇനി വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമ്മൾ ഓൾറെഡി നന്നായിട്ട് വാഷ് ചെയ്തിട്ടുള്ളതാണ് കായ. ഇതാ അപ്പം നമ്മൾ 3 കായ ഇതേപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഓരോ കഷ്ണത്തിൻ്റെ തിക്നെസ്, ഇത്രയാണ്. ഇനി കായ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. ചീനച്ചട്ടി ആണെങ്കിൽ ചീനച്ചട്ടി, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ പാത്രം വെക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പേരിയും ശർക്കര വരട്ടിയൊക്കെ വെളിച്ചെണ്ണയിലാണ് വറുക്കുക സാധാരണ രീതിയിൽ. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് താല്പര്യമുള്ള ഓയിലിൽ വറുത്തെടുക്കാം. നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, വറക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ. ഇത് ഒരു മീഡിയം ചൂടാവട്ടെ. മീഡിയം ചൂടാവുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലോട്ട് കായയുടെ പീസസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് ഹൈ ഹീറ്റ് ആവാൻ പാടില്ല. ഹൈ ഹീറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ കായ ഇട്ട വശം തന്നെ അങ്ങ് ബ്രൗൺ കളർ ആകുമ്പോൾ ഉൾവശം ഒന്നും കുക്കാവില്ല. അപ്പോൾ മീഡിയം ചൂടാവുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത് കേട്ടോ. എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് പീസസ് ഇട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇടുമ്പോൾ സൂക്ഷിക്കുക, കൈ ഒന്നും മുക്കരുത് എണ്ണയിൽ. എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എണ്ണ തെറിക്കും നമ്മൾ ഒരുപാട് സ്പീഡിൽ ഇടുമ്പോൾ. അതുകൊണ്ട് എണ്ണ തെറിക്കാതെയും കൈ മുക്കാതെയും സൂക്ഷിക്കുക. കാരണം നല്ല ദിവസമായിട്ട് നമ്മൾ കൈയൊക്കെ പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഒന്ന് ആലോചിച്ച് വേണം അടുക്കളയിൽ പെരുമാറുമ്പോൾ. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു സമയം പിടിക്കും കേട്ടോ ഇത് വറുത്ത് വരാൻ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങ് നന്നായി നല്ല ക്രിസ്പി ആവുന്ന വരെ അങ്ങ് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടോ, ഒരു കിരുകിര സൗണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട്. എന്നാലും ഒരു 2-3 മിനിറ്റും കൂടെ വേണം. കുറച്ചും കൂടെ ഒരു കളർ വരാനുണ്ട് നമ്മുടെ കായയ്ക്ക്. അപ്പോൾ നമ്മുടെ കായ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല നല്ല സൗണ്ടും വരുന്നുണ്ട്. അത് ക്രിസ്പി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് കോരി എടുക്കുക. ഇത് നമ്മുടെ ഒരു കിച്ചൺ ഡിഷിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ട് മാറ്റാം. നമ്മൾ മീഡിയത്തിൽ ചെയ്താൽ മാത്രമാണ് കറക്റ്റായിട്ട് ഇത് സമയമെടുത്തിട്ട് ഫ്രൈ ആയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചിപ്സ് നന്നായിട്ടുണ്ടാവില്ല. ചൂടാറിയതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ബാച്ച് ഇതേപോലെ തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. കോരുന്ന സമയത്ത് ഈ ഒരു നിറം വന്നാൽ മാത്രം കോരാൻ പാടുള്ളൂ കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഞാനിവിടെ നമ്മുടെ കായ വറുത്തത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 കട്ട ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ 200 ഗ്രാം ഉണ്ട് ഇത്. അപ്പോൾ എനിക്കൊരു മീഡിയം മധുരമാണ് ഇഷ്ടം ശർക്കര വരട്ടിയിൽ. ഒരുപാട് കുത്തുന്ന മധുരമായി കഴിഞ്ഞാൽ കഴിക്കാനേ പറ്റില്ല നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് തോന്നി. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി വേറൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കണം. അപ്പോൾ ഇച്ചിരി വലിയ വൈഡായിട്ടുള്ള പാത്രം, അതായത് കുറച്ച് വീതിയുള്ള പാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അടി കട്ടിയുള്ള വീതിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ ശർക്കര പാനി അരിച്ചൊഴിച്ച് കൊടുക്കാം. കാരണം ഇതിനുള്ളിൽ എന്തെങ്കിലും അഴുക്കില്ലാതിരിക്കില്ല. ശർക്കരയിൽ ഇതിനുള്ളിൽ അഴുക്ക് കണ്ടോ. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു ഒറ്റ നൂൽ പരുവം കൺസിസ്റ്റൻസിയിലേക്ക് ആക്കി മാറ്റണം. അതായത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയില്ലേ. അപ്പോൾ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കൊരു ചെറിയ പാത്രം എടുക്കാം. ആ പാത്രത്തിലോട്ട് 1 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, അതായത് ക്യൂമിൻ പൗഡർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതെന്ന് പറഞ്ഞാൽ ഡ്രൈ ജിഞ്ചർ പൗഡർ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ, അതായത് ഏലക്കപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. കാരണം അത് നമുക്ക് തൂക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ ലാസ്റ്റ് മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുക്കുപൊടി നമുക്ക് 1 ടീസ്പൂൺ വേണം. ചുക്കുപൊടിയും ജീരകം പൊടിയാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, ആ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 ടീസ്പൂൺ ചുക്കുപൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുക്കുപൊടി നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. കിട്ടിയിട്ടില്ലെങ്കിൽ ചുക്ക് വാങ്ങിച്ചിട്ട് ചുക്ക് വീട്ടിൽ പൊടിച്ചെടുത്താലും മതി. അപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3ഉം കൂടി മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത് കുറച്ച് പഞ്ചസാര മിക്സിയിൽ അടിച്ച് വെക്കണം. നല്ല പൗഡറാക്കി വെക്കണം പഞ്ചസാര പൗഡർ നമുക്ക് അവസാനം ആവശ്യമുണ്ടാവും. അപ്പോൾ ആ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഇത് കിട്ടുന്ന ഓടാൻ പാടില്ല. എപ്പോഴും റെഡിയാക്കി വെക്കുക. അപ്പോൾ ഈ പൗഡർ റെഡിയാക്കി നമുക്ക് അടുത്ത് വെക്കുക കേട്ടോ. നമ്മുടെ ശർക്കര പാനിയിലോട്ട് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആ മധുരം ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ 1 നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൗഡർ ഇല്ലേ, അതിൽ നിന്ന് 1 ടീസ്പൂൺ പൗഡർ നമ്മൾ ശർക്കര പാനിയിലേക്ക് ആദ്യം അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലേവർ നന്നായിട്ട് ശർക്കര പാനിയിൽ ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സദ്യ ഉണ്ടാക്കുന്ന ആൾക്കാർ രാത്രി ചെയ്യുന്ന പരിപാടികളാണ് ഈ ശർക്കര വരട്ടി, അതുപോലെ തന്നെ അച്ചാർ, പേരിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ കുട്ടേട്ടനും അജയ് ചേച്ചി എല്ലാവരും കൂടി ഇങ്ങോട്ട് നാട്ടിലത്തെ ഓണം എന്നൊക്കെ പറഞ്ഞൊരു രസമായിരുന്നു. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ.
ഇനി നമുക്കിത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടാൻ പാടില്ല, അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നന്നായി പതഞ്ഞ് വരും, കുറച്ച് കഴിയുമ്പോഴേക്കിനും അത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവും. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പിടിച്ച് ചൂടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ ഒരു കമ്പി പരുവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യിൽ ഒട്ടി വരണം, അതാണ് അതിൻ്റെ പരുവം എന്ന് പറയുന്നത്. ആയിട്ടില്ല, ആവുമ്പോൾ ഞാൻ പറയാം. അതായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം കുറയ്ക്കണം, ചെറിയ തീയിലിട്ടതിന് ശേഷം. പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത് കട്ടയായിട്ട് മാറും. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ അടുത്തില്ലാത്ത സമയത്ത് ചെയ്യുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടും നമുക്ക്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ. അല്ലാതെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ടൈമിംഗ് ആണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ പിടിക്കുമ്പോൾ ഒരു സ്ട്രിങ് ആയിട്ട് വരണം, അതാണ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി തീ ഞാനിപ്പോൾ ചെറിയ തീയിലേക്ക് ഇട്ടിട്ടുണ്ട്, ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് നമ്മുടെ ശർക്കരപ്പാനി. ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തണുത്ത കായ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോ കായയിലേക്കും ശർക്കര പാനി എത്തണം. ഇത് ചൂടാറുമ്പോഴാണ് ഇതുമ്മലിരുന്ന് കട്ട പിടിച്ചിട്ടാണ് നമുക്ക് ശർക്കര വരട്ടിയുടെ ആ ഒരു ഷേപ്പ് കിട്ടുക. അപ്പോൾ ഓരോ കായയിലും നമ്മുടെ ശർക്കര പാനി എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല, അതിൽ നിന്ന് വീണ്ടും 1 ടീസ്പൂൺ പൊടി എടുത്തിട്ട് നന്നായിട്ട് വെതറി കൊടുക്കുക. പൊടി നമുക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും എക്സ്ട്രാ ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഫ്ലേവർ കുറവാന്ന് തോന്നുകയാണെങ്കിൽ ചുക്കുപൊടി ഞാൻ പറഞ്ഞ പോലെ തന്നെ ജീരകം പൊടിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊടികൾ. ഏലക്കപ്പൊടി അധികം വേണ്ട. അപ്പം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇത് ഇരുന്ന് തണുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ കട്ടിയായിട്ട് മാറും, അതായത് ഈ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് മാറും. അതിന് ശേഷമാണ് നമുക്ക് ഇതിൽ നിന്ന് വിടിയിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് കഴിഞ്ഞിട്ടും ചെയ്യണം. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് വെതറി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര വെതറി കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിരുന്ന് തണുക്കട്ട പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്, കുറച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കുറച്ചും കൂടെ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് മുകളിൽ കൂടെ വെതറി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഇതെല്ലാം തനിയെ വിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഓരോ ശർക്കര വരട്ടി ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ 1 ടീസ്പൂൺ മാത്രം അരിപ്പൊടി ചേർക്കാൻ പോവുകയാണ്. നിർബന്ധമില്ല കേട്ടോ അരിപ്പൊടി ചേർക്കണമെന്ന്, ഒരുപാടൊന്നും ചേർക്കണ്ട, 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇത് തണുത്ത് കഴിയുമ്പോഴാണ് കറക്റ്റ് ആ ക്രിസ്പിനെസ് നമുക്ക് കിട്ടുക. ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. എന്താണെന്നറിയാം, ഒരുപാട് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ആകെ അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. ഓക്കെ, അപ്പം എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചുക്കിൻ്റെയും ഇതിൻ്റെയൊക്കെ ഫ്ലേവർ കുറവാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ നമുക്ക് ചുക്കുപൊടിയും അതുപോലെ തന്നെ മറ്റേ പൊടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ചും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് അത് മാറ്റം വരുത്തണം. സംഭവം എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞ ടൈമിങ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറച്ചും കൂടെ പൊടികൾ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്യുക. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലോ സിപ്ലോ കവറിലോ ഇട്ടതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വിഷുവൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉപ്പേരികൾ. ഞാനിതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ ഓണത്തിന് പഴം ചിപ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ചിപ്സ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പഴം ചിപ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ മറക്കരുത്. ഇവിടെ നിന്ന് സൈഡിൽ നിന്നൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ തണുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. പൊടിയിൽ നിന്ന് മാറ്റി, പൊടി ഉപയോഗിക്കണ്ട കേട്ടോ. പൊടി വേണമെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ അടുത്ത ബാച്ചിലെ കൂട്ടത്തിൽ കൂടി ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ എനിക്കിപ്പോൾ അടുത്ത ബാച്ചൊന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോ ശർക്കര വരട്ടിയും തനിയെ സെപ്പറേറ്റ് ആയിട്ട് കിടപ്പുണ്ട് അല്ലേ. അടിപൊളിയായിട്ടില്ലേ നമ്മുടെ ശർക്കര വരട്ടി കാണാൻ? അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, വെള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഈ കളർ കിട്ടില്ല. പക്ഷേ ഉള്ള ശർക്കര വെച്ച് നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ശർക്കര ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ ഒരുപാട് കുത്തുന്ന മധുരം വരും. അതുകൊണ്ടാണ് ഞാൻ മീഡിയം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ശർക്കര വരട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. പൊടി താഴെയുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ പാത്രത്തിൽ അടച്ചു വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചൂടോടുകൂടി അടച്ചു വെക്കുകയാണെങ്കിൽ ഇത് ആകെപ്പാടങ്ങ് സോഫ്റ്റ് ആയിട്ട് മാറും. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ ചെറിയൊരു പീസ് ഞാൻ എടുക്കുന്നുള്ളൂ. ചിലപ്പം ചില ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ശർക്കര വരട്ടി കടിച്ചാൽ പൊട്ടില്ല, ഭയങ്കര കട്ടിയായിരിക്കും. അങ്ങനത്തെ ശർക്കര വരട്ടി എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് കുറച്ച് നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശർക്കര വരട്ടിയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത് അസ്ഥലായി വന്നിട്ടുണ്ട് കേട്ടോ. പാകത്തിന് മധുരവും പാകത്തിന് എന്താ പറയുക
കൺസിസ്റ്റൻസിയും എല്ലാം പക്ക എന്ന് പറഞ്ഞാൽ പക്കയായിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളുടെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈ ഒരു ചെറിയൊരു അളവിൽ ചെയ്യണമെങ്കിൽ ഒരു ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. രാവിലെ എത്തിയിരുന്നു സിനിമ കണ്ട് കരയുന്ന വീണാചാൻ. ഇന്നലെ ബാക്കി വെച്ചത്, രാത്രി ബാക്കി വെച്ചത് രാവിലെ എത്തിയിരുന്നു സിനിമ. അമ്മ കരയണ നോക്കിയടാത്തു, അമ്മ ക്രൈം. ഗിവ് എ ഹഗ്. കാലോണ്ടൊരു ഹഗ് അമ്മേനെ. വിശ്വാസം തലയുടെ അകത്തില്ല.